ഇന്നലെ ഒരുത്തി ഇങ്ങോട്ട് വന്ന് കേറിയായിരുന്നു. ഇനി വഴി ചെയ്തൊന്നും കണ്ടിട്ട് പോലും ഇല്ല. എല്ലാവരും ഞാൻ എന്നാ ചെയ്യാനാണ് ദൈവം. കാതലൊക്കെ എന്തിയാ മോളെ? അതൊന്നും എനിക്ക് ഇഷ്ടമില്ല. ഊരി വെച്ചു. അതൊക്കെ നിൽക്കട്ടെ. എവിടെ പോവാ? എവിടെ പോവാനമ്മേ? അല്ല, ഈ ഡ്രസ് ഇട്ടിട്ട്. ഞാൻ ഇത്ര ഡ്രസ്സൊക്കെ ഇടാറ്. ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. ഇതൊക്കെ ഇട്ടോണ്ട് അങ്ങോട്ടൊന്നും ഇറങ്ങിയേക്കല്ലേ എന്റെ കൊണ്ടുപോകണേ. ആഹാ, സിന്ദൂരില്ല. ഞാനത് കണ്ടില്ല. നാളെ തൊട്ട് നൈറ്റിയും സിന്ദൂരവും കയ്യിലും കഴുത്തേലും വല്ല ഇട്ടോന്ന് പറഞ്ഞോ. ആൾക്കാരെ കൊണ്ട് ചുമ്മാ പറയിപ്പിച്ചേക്കില്ല. ഞാൻ പറഞ്ഞേക്കാം. അമ്മ ചായ വെച്ചില്ലേ? ചായ ഒന്നും വെച്ചില്ല. അവിടെ എണീക്കാൻ കുറച്ച് താമസിക്കും. അപ്പോഴാണ് എല്ലാരും ഇവിടെ കുടിക്കുന്നത്. ചായ നീ ജോലിക്കൊന്നും പോകുന്നില്ലേ? ഇന്നോ? നാളെ തൊട്ട് ജോലിക്ക് വെക്കണം. നാളെയോ? അല്ല പിന്നെ നാളെ കഴിഞ്ഞ് നാളെ തൊട്ട് ജോലിക്ക് വെക്കണം. എന്നാണ്ട് അവന്റെ പറച്ചിലായിട്ടൊന്നും അവൻ എന്നാണ്ട് ഒത്തിരി ഉരുട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന്. ആ, ചായം കുടിച്ചിരിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ ചെയ്തു വെച്ചോണം. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാവേ. പോയിട്ട് വാ. ഇവിടെ ഒന്ന് അടിച്ചു വാരിയിട്ടേക്കോ. തൂത്തുവാരിക്കാൻ ചെന്ന് തുടച്ചു വാരിയിട്ടേക്കോ. കുറച്ച് പാത്രം കഴുകാറുണ്ട്. നാളെ ചിക്കയുടെ മണ്ണ് നീ റെഡിയാക്കിയാൽ അല്ല, എന്റെ മോളെ വിളിച്ചില്ലേ? ഞാൻ വിളിച്ചായിരുന്നു. അവിടെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക. അവള് മോളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവള് പഠിക്കാനുള്ള അല്ല നിന്നെ പോലെ വേറെ ഒന്നുമല്ല യൂട്യൂബിൽ കണ്ടോണ്ടിരിക്കുന്നത്. മോളെ ഞാൻ ചോറൊന്നും കഴിക്കില്ല. ചപ്പാത്തി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കി വെച്ചില്ലേ? ഇന്നെന്തായാലും ചോറില്ലേ? നിജമായിരിക്കും. നാളെ ഉണ്ടാക്കി മോളി അല്ല, ഇന്നത്തെ സമയം ഞാൻ എന്നെ കൈയിട്ട് വാരി ഇവർക്കെല്ലാം കൊടുക്കൂ. മറന്നുപോയാൽ എടുത്തോണ്ട് വരാം. എഴുന്നേക്കോ? ഇന്നലെ കുഞ്ഞു രാത്രി ഭയങ്കര വഴക്കായിരുന്നു. വെളുപ്പായപ്പോഴും ഞാൻ ഉറങ്ങി ഉറങ്ങിപ്പോയി. ഞാൻ നിന്നോളാം. ഇനി കുളിഞ്ഞൊക്കെ കഴിഞ്ഞ് എപ്പോ വന്ന് ജോലി ചെയ്യാനാ? ഇനി ഇഷ്ടം പോലെ പണിയിറക്കുമായിരുന്നു. ഞാനും വളർത്തിയിട്ടുണ്ട്. രണ്ടെണ്ണത്തിന് ഇത്രയൊന്നും വലിയ കഷ്ടപ്പാട് കൊണ്ടായിരുന്നു. ഇതിലും കൂടുതലായിരുന്നു. ഇപ്പോഴത്തേനൊന്നും ഒന്നും പറ്റത്തില്ലല്ലോ. ആ കൊച്ചിനെ വഴി പറഞ്ഞ ഇവള് വെളുപ്പങ്കാലം വരെ ഫോണിൽ ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് ഉച്ചയാൻ വേണ്ടിട്ട് വരും. ആദ്യമേയൊക്കെ കുളിയും ജപവും എല്ലാം ആയിരുന്നു. ഇപ്പൊ അവിടെ ഉച്ചയാൻ വേണ്ടിട്ട് വരും. എന്നിട്ട് അടുക്കളയിലോട്ട് കയറി പോകുന്നതെന്നാണ്. എന്റെ ഒരു മോനുണ്ടായിരുന്നു, മണ്ണുണ്ണി. അവനാണിപ്പോ ജോലിക്കും പോണ്ട്. എന്നെയാണിപ്പോ അവന് വലിയ വിലയില്ല. അപ്പൊ രണ്ടും കൂടെ ഇപ്പൊ ഭയങ്കര കറക്കവാ. അവളുടെ ഒരു തലയുടെ മണ്ണാണ്. ഉച്ചയായപ്പോ എണീറ്റ് വന്നിട്ട് എന്നാ ചൊറിഞ്ഞ് നടക്കുവാ. ഞാൻ കുറച്ച് വിറക് വെട്ടിയെടുക്കാൻ വിറക് അവിടെ കൊച്ചു താണ്ട് അവിടെ കിടന്ന് ചെടുക്കുന്നുണ്ട്. വേണപ്പോട്ട് എനിക്ക് നടുവേദന. കൊറേ നേരമായില്ല മുറിയിരിക്കാൻ തുടങ്ങിയിട്ട്. ഇത്ര നേരമായിട്ട് കഴിഞ്ഞില്ലേ? അവൻ വിരിയിലൊക്കെ കണ്ടാ തോന്നും അലക്കെ കൊണ്ട് കുത്തിപ്പിഴിഞ്ഞ് അങ്ങോട്ടിടുന്ന പോലെ. ഇപ്പോഴത്തേക്ക് എന്തു ആ മിഷീനകത്തോട്ടിട്ട് രണ്ട് കറക്ക് ഇറക്കിയാ പോലെ. ഇത് പെട്ടെന്നൊന്ന് വിരിച്ചിട്ട് വരാൻ പറ്റുമോ? അങ്ങനെ
നടന്നായിരുന്നു പോയി തോട്ടിലോ ആറ്റിലോ ഒക്കെ അലക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തേക്ക് എന്താ അതിനകത്തോട്ട് ഇടുക, അങ്ങോട്ട് സ്വിച്ച് അങ്ങോട്ട് ഓണാക്കുക, അത് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് കുത്തിപ്പിഞ്ഞ് അങ്ങോട്ട് അതിനകത്ത് രണ്ട് കറക്കം കൊണ്ട് ചുറ്റിടുന്നതും കാണും. പെട്ടെന്ന് തുണി വെച്ചിട്ട് വരാറുള്ളൂ. ആ കൊച്ചിനായിട്ടാണ് കൊടുത്തായിരുന്നു. ആ കൊടുത്തു. നീ തള്ളയല്ല കൊടുത്തു. നിങ്ങളുടെ ഫോണ് നോക്കി ഇരുന്നോ? നിങ്ങളുടെ തള്ളയുടെ സ്വഭാവം സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് കേട്ടോ. ഒരു കുറച്ചായി തുടങ്ങിയിട്ട് നിങ്ങളെന്നെ ചിരിക്കുന്നത്. അല്ല, നിന്റെ വെളിച്ചപ്പാട് ഉള്ളിലുള്ള വരവ് കണ്ട് തിരിച്ചു പോയത്. ആ വെളിച്ചപ്പാടി നീ നാളാൻ പോന്നേ ഉള്ളൂ. തള്ള കണ്ടോ പെരക്കുറ്റി അവരായിട്ട് ഞാൻ ഓടിക്കും. ഞാൻ നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ, എന്നാലും എന്നെ ഇത്ര കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ. ഈ അഡ്ജസ്റ്റ് പറഞ്ഞു ഞാൻ ഇത്രയും ചെയ്തു. ഇനി അത് നോക്കുകയോ വേണേ ഞാൻ നിങ്ങളോട് ഒരു പരാതി പറയാൻ ഇനി ഞാൻ കാണിച്ചു തരാം. കുറച്ചായി എല്ലാ പ്രശ്നവും തീരും. പിന്നെ ഹസ്ബൻഡൊക്കെ വിളിച്ചോ? പിന്നെ ഓക്കെ ഓക്കെ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ഞാനിപ്പോ വിളിക്കാം. ആരായിരുന്നു ഫ്രണ്ടായിരുന്നു. എന്നെ അത് അവരുടെ അമ്മായിമ്മയുടെ കാര്യം പറഞ്ഞു. അമ്മായിമ്മ അമ്മായിമ്മയായിട്ട് കുറച്ച് വഴക്കാം. എല്ലായിടത്തും നിങ്ങളുടെ അമ്മയെക്കൊണ്ട് വട്ടായിരിക്കും എല്ലാത്തിനും. അല്ല വാക്കുള്ളത്തിൽ ഇവിടെ കിടന്നോണ്ട് പിരിതുള്ളി ഓരോന്ന് വന്ന് പറയുന്നുണ്ട്. അവരെന്തെങ്കിലും പുകച്ചോണ്ടിരിക്കുക. എന്നിട്ട് അതിലൊന്ന് സമാധാനം. അവളായിരിക്കും എടുക്കെടുക്ക് ബാക്കി സമാധാനിപ്പിക്കും.